സ്വാമി ശരണം. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു മണ്ഡല വ്രതക്കാലം ഇങ്ങെത്തി. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത്. വൃശ്ചികം, ധനു, മകരം മാസങ്ങൾ. ഇങ്ങനെ എത്തുന്ന അയ്യപ്പന്മാർ ഏറ്റവും പ്രാധാന്യത്തോടെ പോയി തൊഴുതു വണങ്ങുന്ന മറ്റൊരു ക്ഷേത്രമാണ് എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. വലിയമ്പലം, 1/2 കിലോമീറ്റർ ചുറ്റളവിലുള്ള കൊച്ചമ്പലം, ഇവിടെയൊക്കെ തൊഴുത് പേട്ടതുള്ളി ഭക്തി നിർഭരമായ ആ ഒരു ശുദ്ധമനസ്സോടും വ്രതനിഷ്ഠയോടും കൂടിയാണ് ശബരിമലയിലേക്ക് ഓരോ അയ്യപ്പന്മാരും എത്തിച്ചേരുന്നത്. ജാതി, മത, ദേശ, വർഗഭേദങ്ങളില്ലാതെ സകലരും അയ്യപ്പന്മാരാകുന്ന ഒരു അത്യപൂർവ കാഴ്ചയാണ് ശബരിമലയിൽ നാം കാണുന്നത്. പണ്ടുകാലത്തെ പോലെ യാത്രയൊന്നും തന്നെ ഇന്ന് അത്ര ദുഷ്കരമല്ല എങ്കിൽ പോലും ശബരിമല അയ്യനെ വണങ്ങുവാനായി കാനനപാത തന്നെ തിരഞ്ഞെടുക്കുന്ന അനേകം അയ്യപ്പ ഭക്തരുണ്ട്. എരുമേലി മുതൽ സന്നിധാനം വരെയുള്ള കാനന യാത്ര 56 കിലോമീറ്ററാണ്. ഈ യാത്രയിൽ ഉടനീളം ഇടയ്ക്കിടയ്ക്ക് അയ്യപ്പന്മാർക്ക് ഇടത്താവളമാകുന്ന ധാരാളം ക്ഷേത്രങ്ങളുമുണ്ട്. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് എരുമേലിയിൽ നിന്നും 12 കിലോമീറ്റർ ദൂരത്തായുള്ള കാളകെട്ടി ശിവ പാർവതി ക്ഷേത്രം. ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഈ പേര് വന്നത് എന്ന് നോക്കാം. കാളകെട്ടി. പണ്ട് ശ്രീ അയ്യപ്പൻ മഹിഷി നിഗ്രഹത്തിനായി എരുമേലിയിലെത്തിയപ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാനായി മാതാപിതാക്കളായ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും എത്തിയിരുന്നു. അങ്ങനെ എത്തിയപ്പോൾ ഈ പ്രദേശത്തെത്തിയപ്പോൾ ശ്രീ പരമേശ്വരൻ തൻ്റെ വാഹനമായ കാള നന്ദിയെ ഇവിടെ അടുത്തുള്ള ഒരു ആഞ്ഞിലി മരത്തിലാണ് കെട്ടിയത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് കാളകെട്ടി എന്ന പേര് വന്നത്. പിന്നീട് ദൈവിക സാന്നിധ്യമുണ്ടായ പ്രദേശമായതുകൊണ്ടാണ് ഇവിടെ ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ഇതാണ് ഐതിഹ്യ പെരുമയുള്ള ആഞ്ഞിലി. ഇവിടെയാണ് പണ്ട് ശ്രീ പാർവതി പരമേശ്വരന്മാർ കാളയെ കെട്ടിയിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. തൊട്ടടുത്ത് തന്നെയായി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ വെടിവഴിപാടിനുള്ള എല്ലാ സൗകര്യവുമുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ പാർവതി പരമേശ്വരന്മാരാണ്. ചുറ്റിനും ഉപദേവതമാരുണ്ട്. കൂടാതെ തലപ്പാറമല എന്നൊരു പ്രകൃതി സങ്കല്പവുമുണ്ട്. അതായത് പണ്ട് ശ്രീ അയ്യപ്പന് ഈ തലപ്പാറമല മൂപ്പനുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. കാരണം പണ്ട് പന്തളത്ത് രാജാവ് ശ്രീ അയ്യപ്പൻ ശബരിമലയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ തലപ്പാറമല മൂപ്പനെയാണ് അകമ്പടിക്കായി അയച്ചത്. അപ്പോൾ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനാണ് തലപ്പാറമല മൂപ്പൻ. കാൽനടയാത്രയായി ഇവിടെ എത്തുന്ന അയ്യപ്പന്മാർക്ക് പാദസേവ ചെയ്യുക എന്നത് മറ്റൊരു ആചാരമാണ്. പാദശുശ്രൂഷ. അതായത് എത്തുന്ന എല്ലാ അയ്യപ്പന്മാരും ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പനും ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു സങ്കല്പമുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആവശ്യമായ ശുശ്രൂഷ ചെയ്യുന്നതാണ് പാദസേവ. അങ്ങനെ ഈ കാളകെട്ടി ശിവക്ഷേത്രത്തിലെത്തി തൊഴുത് പ്രാർത്ഥിച്ച് അവിടെ വിരിവെച്ച് വിശ്രമിച്ചതിന് ശേഷം ശുദ്ധജലവുമൊക്കെയായി വീണ്ടും അയ്യപ്പന്മാർ യാത്ര തുടരുന്നു. അഴുതയിലേക്കാണ്. 1 കിലോമീറ്റർ ദൂരത്തിന് അപ്പുറത്താണ് അഴുതയാർ. ഈ പോകുന്ന വഴിയൊക്കെ പണ്ട് ഘോരവനമായിരുന്ന പ്രദേശമാണ്. ഇപ്പോഴും ഇരുവശവും അങ്ങനെയൊക്കെ തന്നെ. എന്നിരുന്നാലും കാലാനുസൃതമായ മാറ്റം, ആ മാറ്റത്തിന് വിധേയമായി നല്ല റോഡുകളുമുണ്ട്. ധാരാളം വാഹനങ്ങൾ എപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ശബരിമലയിലേക്ക്. അഴുതയാറിലേക്കുള്ള യാത്രയ്ക്ക് മറ്റൊരു ആചാരപരമായ സവിശേഷതയുണ്ട്. അതായത് ഇവിടെ നിന്നും അവിടെ എത്തുന്ന അയ്യപ്പന്മാർ ഈ അഴുതയാറിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷം അവിടെ നിന്നും ഉരുളൻ കല്ലുകൾ പെറുക്കിയെടുത്ത് ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്ത് ഉള്ള കുന്നിൽ, അതായത് കല്ലിടാം കുന്നിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ഒരു പതിവുണ്ട്.
ആകാശം വളരെ മനോഹരമായി തോന്നി. അതുപോലെ തന്നെ ഇരുവശവും സുന്ദരമായ കാട്, ഇടയ്ക്കൊക്കെ ചെറിയ അരുവി, അങ്ങനെ ഏറെ മനോഹരമായ ഒരു പ്രദേശമാണ് ഇത്. ഘോരവനമായിരുന്ന കാലത്ത് ഇതിലെ ഒന്നും ആർക്കും തന്നെ പേടികൂടാതെ കടന്നു പോകുവാനാകുമായിരുന്നില്ല. അങ്ങനെ നടന്ന് ഞങ്ങൾ അഴുതയ്ക്ക് സമീപമെത്തി. ഞങ്ങൾ ശബരിമല യാത്രയിലൊന്നും ആയിരുന്നില്ല. എന്നിരുന്നാലും ഇവിടെ ഈ ശിവക്ഷേത്രത്തിൽ വന്ന് തൊഴുതു മടങ്ങുമ്പോൾ തൊട്ടടുത്ത് തന്നെയല്ലേ, 1 കിലോമീറ്റർ ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെയും ഒന്ന് പോയി വരാമെന്ന് കരുതിയാണ് അങ്ങോട്ടേക്ക് നടക്കുന്നത്. അഴുതയാറ് പമ്പാ നദിയുടെ പോഷക നദിയാണ്. കോട്ടയം, ഇടുക്കി ജില്ലകൾ കടന്ന് ഈ പത്തനംതിട്ടയുടെ അതിർത്തി പ്രദേശമായ കണമലയിൽ വെച്ചിട്ടാണ് ഇത് പമ്പയുമായി വീണ്ടും ലയിക്കുന്നത്. അങ്ങ് ദൂരെ കാണുന്നതാണ് അഴുതയാറ്. അയ്യപ്പന്മാർ ധാരാളമായിട്ട് ഇവിടെയുമുണ്ട്. ഇവിടെ അവർ മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇവിടുന്ന് കല്ലെടുത്ത് നേരെ അക്കരയിൽ കയറുന്നതും അവിടെ നിന്നും മല കയറി കല്ലിടാംകുന്നിലേക്ക് എത്തുന്നതും. കല്ലിടാംകുന്നിൽ നിന്നും പിന്നീട് അവർ മുക്കുഴിയിലാണ് എത്തുക. മുക്കുഴിയാണ് അടുത്ത ഇടത്താവളം, വിരിവെക്കൽ. അതിനുശേഷം പിന്നീട് കരിയിലാം തോട്, പിന്നീട് കരിമല, കരിമലയ്ക്ക് ശേഷം വലിയ ആനവട്ടം, പിന്നീട് ചെറിയ ആനവട്ടം, വീണ്ടും പമ്പ, പമ്പ കഴിഞ്ഞൊരു 3 കിലോമീറ്റർ കഴിയുമ്പോൾ നീലിമല കയറ്റം, പിന്നീട് അപ്പാച്ചിമേട്, ശബരിപീഠം, അതും കഴിഞ്ഞാൽ ശരംകുത്തിയാൽ കഴിഞ്ഞാണ് സന്നിധാനത്തെത്തി അയ്യനെ വണങ്ങുന്നത്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ശരീരവും മനസ്സും ശുദ്ധമാക്കപ്പെട്ട് കാനനപാതയിലൂടെയുള്ള കഠിനമായ ദുർഘടമായ യാത്രയും കടന്ന് അങ്ങ് മലമുകളിൽ അയ്യപ്പനെ കാണുവാനായി എത്തുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും പാകപ്പെട്ട് കഴിയും ആ മഹത് തത്വം മനസ്സിലാക്കുവാൻ. തത് ത്വം അസി, അത് നീയാകുന്നു. നീ അന്വേഷിക്കുന്ന ബ്രഹ്മവും ഈശ്വരനും എല്ലാം നീ തന്നെയാണ് എന്ന തത്വം മനസ്സിലായി കഴിഞ്ഞാൽ നാം ബ്രഹ്മമായി ഈശ്വരനായി